മാനന്തവാടി മെഡിക്കൽ കോളേജിനെതിരെ ചികിത്സാ പിഴവ് പരാതി. മെഡിക്കൽ കോളേജിൽ പ്രസവിച്ച യുവതിയുടെ വയറ്റിൽ നിന്ന് 2.5 മാസത്തിനു ശേഷം തുണിക്കഷ്ണം പുറത്തുവന്നു. അസഹനീയമായ വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പോയിട്ടും സ്കാനിംഗ് ചെയ്യാൻ തയ്യാറായില്ലെന്നും പരാതി. എന്നിട്ട് 75 ദിവസം വരെ ഈ വയറ്റിൽ പിന്നെ ഈ തുണി ചുരുണ്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ 2 പ്രാവശ്യം നമ്മൾ ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, വെള്ളം കുടിച്ചാൽ മതി. എന്നിട്ട് വെള്ളം കുടിച്ചാൽ മതി, പിന്നെ കുറേ മരുന്നൊക്കെ തന്ന് എന്നിട്ട് അങ്ങ് നമ്മൾ വിട്ട് ചെയ്ത്. പിന്നെ ഭയങ്കര വയറുവേദന, സ്മെല്ല് എല്ലാം വന്നായിരുന്നു. എന്നിട്ടും ഡോക്ടറോട് പറഞ്ഞു വെള്ളം കുടിക്കാതെ കൊണ്ട് സ്മെല്ല് വന്നെന്ന് പറഞ്ഞു. ലിനറ്റ് വർഗീസ് ചേർന്നുണ്ട് വിശദാംശങ്ങളുമായി. ലിനറ്റ്, ഇത്തരം ഗുരുതരമായ വാർത്തകൾ ഒരു ഇടക്കാലത്തിന് ശേഷം വീണ്ടും ആവർത്തിക്കുകയാണ്. എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? ആനന്ദ്, നിലവിൽ ഹർഷിതയെ പോലൊരു സംഭവം തന്നെയാണ് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരിക്കുന്നത്. പ്രസവിച്ച യുവതിയുടെ വയറ്റിൽ നിന്ന് 2.5 മാസത്തിന് ശേഷമാണ് തുണിക്കഷ്ണം ലഭിച്ചത്. സംഭവത്തിൽ ഡോക്ടർക്കെതിരെ പരാതിയുമായി യുവതിയുടെ കുടുംബം രംഗത്ത് വന്നിട്ടുണ്ട്. മാനന്തവാടി പാണ്ടിക്കടവ് സ്വദേശിയായിരിക്കുന്ന 21-കാരിയാണ് ഇത്തരത്തിൽ മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിൽ സ്ത്രീരോഗ വിഭാഗത്തിന് ഡോക്ടർക്കെതിരെ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. മന്ത്രി OR കേരളുവിനും അതോടൊപ്പം DMO ആശുപത്രി സൂപ്രണ്ട് എന്നിവർക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. യുവതിയുടെ പ്രസവം നടന്നത് ഒക്ടോബർ 10-ാം തീയതിയാണ്. പ്രസവശേഷം അസഹനീയമായ വേദന അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് യുവതി വീണ്ടും ആശുപത്രിയിൽ പോയത്. 2 തവണ ആശുപത്രിയിൽ പോയിട്ടും സ്കാനിങ്ങിന് തയ്യാറായില്ല എന്നാണ് യുവതിയുടെ പരാതി. ഇതിനുശേഷമാണ് ശരീരത്തിൽ നിന്ന് തുണിക്കഷ്ണം പുറത്തു വന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിൽ DMOയ്ക്കും അതോടൊപ്പം തന്നെ ആശുപത്രി സൂപ്രണ്ടിനുമെതിരെ പരാതി നൽകിയിട്ടുണ്ട്. ഡോക്ടറിന്റെ ശ്രദ്ധക്കുറവാണ് ഇത്തരത്തിൽ തുണിക്കഷ്ണം കുടുങ്ങാൻ കാരണമെന്നാണ് ആക്ഷേപം. ഡോക്ടർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് യുവതി രംഗത്ത് വന്നിരിക്കുന്നത്. ആനന്ദ്. ശരി, ലിനറ്റ് വർഗീസാണ് വിവരങ്ങൾ നൽകിയത്. മാനന്തവാടി മെഡിക്കൽ കോളേജിനെതിരെയാണ് ഇത്തവണ ഗുരുതരമായ ചികിത്സാ പിഴവിന്റെ പരാതി ഉയർന്നിരിക്കുന്നത്.